നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുവാണ്. ഈ ഷോപ്പിങ്ങെങ്കിലും ഞാൻ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോകാം. സോ എന്നിട്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. അതിനെ പറയാൻ മറന്നു, പുതിയ അപ്ഗ്രേഡ് ഒക്കെയാണ്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നതിലും ഇത് എളുപ്പമല്ലേ, ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ കൈ തന്നെ നമുക്ക് ഇതായിട്ട് ട്രൈപോഡായിട്ട്. ഇതാരാ പറഞ്ഞറിയോ? ആരാ? കാർത്തിക് സൂര്യ. സോ കാർത്തിക് സൂര്യ ചേട്ടാ, താങ്ക് യു. എന്റെ വ്ളോഗ്സില് മെയിൻ ആയിട്ടുള്ള എന്റെ വ്ളോഗുകൾ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് മെയിൻ ആയിട്ടുള്ള ആളാരാന്നറിയോ? അതല്ല ഇതാണ് എന്റെ തങ്കക്കുട്ട മണ്ണ്, എന്റെ തങ്ങിയുടെ ചെള്ള മണ്ണ്, എന്റെ മോനും എന്റെ കൊച്ച്, എന്റെ മുത്തശ്ശിക്കുട്ടിയാണ്. ഇപ്പം എന്റെ ബേബോ, എന്റെ തങ്കമാണോ, ചക്കയുടെ മോളാണ് അവള്. എന്റെ ഭർത്താവ് പറഞ്ഞു ഇവിടെ കുറച്ച് എന്താണ് ബൊട്ടീക്ക് അല്ലേ, ബൊട്ടീക്ക് ഷോപ്സ് ഇവിടെ ഉണ്ട്. സോ ആ ബൊട്ടീക്ക് ഷോപ്സ് കാണാൻ പോവാ. ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞില്ല, ആള് ഈ ക്യാമറ കാണുമ്പോൾ ഒന്നും സംസാരിക്കത്തില്ല. പക്ഷെ ക്യാമറ കാണാത്തപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇവൻ ഈ സംവാദം തുറന്നതെന്ന്. ബൊട്ടീക്ക് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള എന്താ ഫിഗർ 8 ഇത് തയ്ക്കുന്ന സ്ഥലമാണോ അപ്പോ അതോ അറിയില്ല? ഇത് കണ്ടിട്ട് ഒന്നാമത്തെ കാര്യം എനിക്കറിയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായി. അപ്പം എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ റോഡിൽ കൂടെ പോയി കണ്ടതേ ഉള്ളൂ. പിന്നെ എന്റെ ഭാര്യ എന്ന് പറയുന്ന പുള്ളിക്കാരി കിടന്നങ്ങ് ബഹളമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, താങ്ക് യു. കൊല്ലം നല്ല സ്ഥലം അല്ലേ? അപ്പൊ കൊല്ലം നല്ല അടിപൊളി സ്ഥലമല്ലേ? എന്താ കൊല്ലത്തെ ആൾക്കാര് ഇത്രയും നിനക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ട് ആൾക്കാര് കൊല്ലം എന്ന് പറയുമ്പോ വല്ലാതെ റിയാക്ട് ചെയ്യുന്നു? വൈ ഡു പീപ്പിൾ ഹേറ്റ് കൊല്ലം പീപ്പിൾ? ഇറ്റ് ഈസ് എ വെരി കോമൺ ഒപ്പീനിയൻ. എല്ലാവരും ഓൺലൈൻ വരുമ്പം, ഇപ്പം ഞാൻ ഓഫീസിലും ആവട്ടെ, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷെ അവനാണെങ്കിൽ കൊല്ലംകാരാന്ന് പറയുമ്പോഴേ അയ്യോ ഇപ്പടി ഇങ്ങനെ പറയുമായിരുന്നു എന്നോട്. ലൈക്ക് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഹി യൂസ് ടു ജസ്റ്റർ നമ്മളിപ്പോൾ അടി ഉണ്ടാക്കുമെന്ന്. വിഷ് ടു കുറെ എക്സ്റ്റെൻറ്റ് നമ്മള് എന്താ പറയാ ഡിഫെൻഡ് ചെയ്യും അല്ലേ? സീ സംതിങ് റോങ്, കൊല്ലംകാര് ഡിഫെൻഡ് ചെയ്യും ഏറെക്കുറെ. കറക്റ്റ്. അതൊരു തെറ്റാണോ? തെറ്റ് ഇതിപ്പോ ഒരാളുടെ തെറ്റ് വേറൊരാളുടെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളിലാണ് ചിലർക്കത് ഓക്കെ ആയിരിക്കും, ചിലർക്കത് ഓക്കെ അല്ല. ഇത് വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ഇത് ഇന്നും ഇന്നലെ വന്നതെന്നല്ലല്ലോ. പണ്ട് തൊട്ടേ അങ്ങനെ പറയുന്നോണ്ട് ആൾക്കാരങ്ങനെ. ഡു യു തിങ്ക് നമ്മുടെ ഈ ഇടയ്ക്ക് വരുന്ന ന്യൂസുകൾ ആസ് ഇൻ നമ്മള് മറ്റേ പപ്പടം ലേസ് എന്നൊക്കെ പറഞ്ഞപ്പോ കളിയാക്കുമല്ലോ, ഡു യു തിങ്ക് സോഷ്യൽ മീഡിയ മെയ്ഡ് ഇറ്റ് വേഴ്സ്? നമ്മളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവര് കുറച്ചും കൂടെ ചളവാക്കിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയ യൂസ് സോ ഐഡിയലി പലർക്കും പല ബിലീഫ്സ് ആണ്. അപ്പൊ എല്ലാം കൂടെ നമുക്ക് നോക്കി കണ്ട് ജീവിക്കാൻ പറ്റത്തില്ല, അത് ഒരു ഫാക്ട് ആണ്. സോ അതിലിപ്പോ നമുക്ക് നമ്മളുടെ എന്താ പറയാ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നൊരു തീരുമാനം പറയാനുള്ള ഒരു എന്താ പറയാ ചങ്കൂറ്റം മാത്രം മതി, അത്രേ ഉള്ളൂ. അതാണ് ദാറ്റ് ഈസ് ട്രൂ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഞങ്ങള് കുറച്ച് കാര്യങ്ങള് ഓപ്പൺ ആയിട്ട് പറയും, ഇവൻ പറഞ്ഞ കണക്ക് അല്ലേ? അതിനും വേണം ഒരു ഗട്ട്സ്. ഇവൻ പറഞ്ഞ പോലെ നമുക്കൊരു ഗട്ട്സ് വേണം. ശരി തെറ്റ് കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഈ ശരിയും തെറ്റും ഏതളവിലും ആകാം. ചെറിയ അളവിലെ തെറ്റുകളാകാം, വലിയ അളവിലെ തെറ്റുകളാകാം അല്ലേ? ഇപ്പൊ ആൾക്കാർ എന്തിനാ പപ്പടത്തിനും ഒക്കെ അടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചിലപ്പം അത് ലീഡ് ചെയ്തത് ഭയങ്കര റോങ് ആയിട്ടായിരിക്കും അല്ലേ? ചിലപ്പം ദ വേ പപ്പടം ഡിനൈ ചെയ്തവരോ പപ്പടത്തിന്റെ കാര്യം ഇതിപ്പോ നമുക്ക് ആകെ അറിയാവുന്ന പപ്പടത്തിന്റെ പേരിലാണ് അടി ഉണ്ടായത്. പക്ഷെ അതിന് മുന്നേ അതെന്തായിരുന്നു
എന്നറിയത്തില്ലല്ലോ. കറക്റ്റ്. അവിടെ എന്ത് വീണ്ടും ആ സിനിമയിലും കാണിച്ച പോലെ അവര് തമ്മിലുള്ളൊരു പേഴ്സണൽ പ്രശ്നമാണ് അത് പപ്പടത്തിലേക്ക് കൺവേർട്ട് ആയത്. സോ ഇത് ഈ പപ്പടത്തിന്റെ കേസ് ഓജി ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. യു ആർ വെരി റൈറ്റ്. അത് മാത്രമല്ല, ഇപ്പൊ ഞാനാണ് പപ്പടം ചോദിച്ചതെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഒരാള് നിനക്ക് തരത്തിലടി പപ്പടം എന്ന് പറഞ്ഞാല് ചിലപ്പോ ഞാൻ റിയാക്ട് ചെയ്യും, എന്താ നിനക്ക് ഇയാൾക്ക് എനിക്ക് പപ്പടം തന്നാ എന്ന് ഞാൻ ചോദിച്ചു പോകും. അപ്പോൾ മേ ബി ഞാൻ തെറ്റായിരിക്കും പറയുന്നത്, പക്ഷേ ഞാൻ പറയുമോ പോസിബിലിറ്റീസ് ഫോർ ദിസ് ടു ഹാപ്പൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കൊല്ലംകാര് അടിപൊളി ആസിൻ നിങ്ങൾ വിചാരിക്കുന്ന നമുക്ക് പേടിപ്പെടുത്തുന്ന ആൾക്കാരൊന്നും അല്ല. ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പം കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് കൊല്ലം ആക്ച്വലി. പിന്നെ ഇങ്ങനത്തെ കുറേ റീസൺസ് കാരണം കൊല്ലത്തെ ആൾക്കാരെ വളരാനുള്ള സാഹചര്യങ്ങൾ വളരെ ചുരുക്കപ്പെടുന്നു അല്ലടാ. കാരണം നമ്മളെ അങ്ങനെയാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. പക്ഷെ ടു ബി ഓണസ്റ്റ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. നൗ ദാറ്റ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് കൊല്ലം ഭയങ്കര ഇംപ്രോംപ്റ്റു ആയിരുന്നു. ഇത് നമ്മുടെ പഴയ ഒരു പാർവതി മിൽ അല്ലേടാ, അവിടെ പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. അവിടെ യെസ്, ലുലു വില്ലേജിന്റെ പ്രോജക്റ്റിന്റെ എന്തോ നമ്മള് പോസ്റ്റ് ഒക്കെ കണ്ടു. ഒഫീഷ്യലി ആണോ എന്നൊന്നും അറിയില്ല, ബട്ട് വി കെയിം ടു സീ അബൌട്ട് ഇറ്റ്. അത് മാത്രമല്ല, നമ്മളിപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ഭയങ്കര എന്താണ് പറയുന്ന റെനോവേറ്റ് വികസനത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ ഫുൾ ലുക്ക് ആൻഡ് വൈബ് ആൻഡ് സർവീസ് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചിന്നക്കടയാണ്. ചിന്നക്കടേനെ എന്തുകൊണ്ട് ചിന്നക്കട എന്ന് വിളിക്കുന്നു? അപ്പോൾ ഇത് അപ്പൂന് അറിയത്തില്ലായിരുന്നു, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തന്നത്. അവനിപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചിന്നക്കടേനെ എന്തുകൊണ്ട് നമ്മൾ ചിന്നക്കട എന്നുള്ള പേര് വന്നു? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. സോ ചിന്നക്കടയ്ക്ക് ചിന്നക്കട എന്ന പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് അഗെയിൻ വൺ ഓഫ് ദ പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി അബൌട്ട് കൊല്ലം ഇസ് ദാറ്റ്, കൊയിലോൺ ഇസ് ദാറ്റ്, നമ്മളൊരു മേജർ പോർട്ട് ഹബ്ബായിരുന്നു അല്ലേ. നമുക്ക് തങ്കശ്ശേരി പോർട്ട് ഹബ്ബും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പോർട്ട്. അപ്പം നമ്മുടെ വ്യാപക സഞ്ചാരങ്ങൾ, വ്യവസായ സംഭവങ്ങളും വ്യവസായ ഗ്രോത്ത് ഒക്കെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ്. അപ്പോൾ ഇത് ചിന്നക്കട എന്ന് പറയുന്ന ഈ ക്ലോക്ക് ടവറൊക്കെ ഉള്ള ക്ലോക്ക് ടവറിൻ്റെ താഴെ ചുറ്റുമൊക്കെ കാണുന്ന ചിന്നക്കട എന്ന് പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ചൈന സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. സോ ചൈന കട. ആക്ച്വലി ഞാൻ ഇന്ന് കേട്ടോ കാണുന്നത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. എടാ പോടാ, ഇന്നലെ നമ്മൾ ഈ വഴി വന്നോ? ഞാനിപ്പം 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതൊന്നും കണ്ടില്ല. സോ റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിൽ അവർ മാറ്റി. ദുബായിയാ? കളറ് ഈ ഓട്ടോക്കകത്ത്. അതുകൊണ്ട് ഷൂട്ടിംഗ് നടക്കുന്നു. എന്ത് ഷൂട്ടിംഗ് ആടോ? സിനിമയോ? ഇവന്മാരോ? മറ്റുള്ള സിനിമയിലൊക്കെ അഭിനയിച്ച. സോ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് തീർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കുറേയൊക്കെ ഇപ്പോഴും നമുക്ക് അവിടെ ചൈന ഷോപ്പില്ലേ വലിയ. അപ്പം അങ്ങനെ ഒരു കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലത്തിന് അവർ ചൈനക്കട എന്ന് പറയുന്നത്. പിന്നെ അത് ചിന്നക്കട എന്നായി എന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്. ഇത് കറക്റ്റാണോ എന്ന് ആരെങ്കിലും ഒന്ന് എന്താണ് കൺഫേം ചെയ്യുക പ്ലീസ്. നിനക്ക് എന്തോ ഒന്ന് കേട്ടിട്ട് ചൈനക്കട കാരണമായിരിക്കും ചിന്നക്കട എന്ന പേര് വന്നത്. ഡസ് ഇറ്റ് സൗണ്ട് ട്രൂ? ആവാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മളിപ്പോൾ നമ്മുടെ കോളേജ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ആർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നല്ലേടാ. ആ മരം അങ്ങ് പോയി. എന്ത് വലിയ മരം! നിങ്ങൾക്ക് ആ മരത്തിൻ്റെ ആ ഒരു ബാക്കി എന്താ പറയുക അംശം കാണാം. വെസ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട് കുറച്ച് ഉടുപ്പ് ട്രൈ ചെയ്യാൻ.
At that time, I want to show you this beautiful kurti that I got last day from Kish. നല്ല ഫ്ലാറ്ററിങ് കുർത്തിയാണ്. ഞാനിപ്പോൾ ഇച്ചിരി കനത്തു, പക്ഷേ എന്നിട്ട് പോലും ഐ ഡോണ്ട് ഫീൽ അത്രയും ഫാറ്റ് ഇൻ ദിസ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് കമ്മിങ് ഔട്ട് വെൽ, ബട്ട് yeah, it looks, it's a very 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 cute kurti. ഇതൊക്കെ ഡ്രസ്സുമായിട്ടിടാം കേട്ടോ. I loved it. Such a cute kurta with a nice dupatta. So cool. ബീച്ച്, അപ്പുറത്തെ കായല്. See? അമ്മോ, അപ്പുറത്തെ കായലല്ലേ ഇത്? അപ്പുറത്തെ കായലല്ലേ ഇത്? ഇവിടുത്തെ ബീച്ച് ഇത് ഇവിടെ വരെ ഉണ്ട്. കടൽക്കാറ്റിന്റെ ആകെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാല് മുഖമൊക്കെ കുറച്ച് കഴിയുമ്പോ ഉപ്പ് 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 പറ്റിയിരിക്കും. അത് മാത്രമുള്ള ആകെ ഉള്ള ഒരു കാര്യം. പക്ഷെ അല്ലാതെ നല്ല രസല്ലേ, ചൂടത്തൊരു സമാധാനമാണ്.